ഇന്ന് ഞാൻ നിൽക്കുന്നത് ലോകത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കപ്പൽശാലയിലാണ്. മെഡ്വേ നദിക്കരയിൽ ഇംഗ്ലണ്ടിലെ കെന്റ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ചാത്തം ഡോക്യാർഡിൽ ബ്രിട്ടന്റെ നാവിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണ് ഈ ഡോക്യാർഡിനുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ ഹെൻറി എട്ടാമൻ്റെ കാലത്താണ് ഈ കപ്പൽശാല സ്ഥാപിതമായത്. ഏകദേശം 400 വർഷക്കാലം ബ്രിട്ടീഷ് റോയൽ നേവിയുടെ പ്രധാന കപ്പൽ നിർമ്മാണ, അറ്റകുറ്റപ്പണി നിർമ്മാണ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. ഇംഗ്ലീഷുകാർ ലോകം കീഴടക്കിയതിൽ അവരുടെ നാവികശക്തിക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. HMS വിക്ടറി എന്ന ലോകപ്രസിദ്ധമായ യുദ്ധക്കപ്പൽ നിർമ്മിച്ചതും ഈ നിർമ്മാണശാലയിലാണ്. ഇന്ന് ഇതൊരു ഹെറിറ്റേജ് ടൂറിസം കേന്ദ്രമാണ്. ഇവിടം സന്ദർശിക്കുന്ന ഏതൊരാളെയും ആകർഷിക്കുന്ന ഒട്ടനവധി വിസ്മയങ്ങൾ ഇവിടെയുണ്ട്. ചരിത്രപ്രസിദ്ധമായ 3 കപ്പലുകളാണ് ഇവിടെയുള്ളത്. ഇതിലാദ്യത്തേത് HMS ഓസ്ലെറ്റ് എന്ന അന്തർവാഹിനിയാണ്. ശീതയുദ്ധ കാലഘട്ടങ്ങളിൽ റഷ്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ എന്ന ദൗത്യമായിരുന്നു ഈ മുങ്ങിക്കപ്പലിനുണ്ടായിരുന്നത്. ചാത്തം ഡോക്യാർഡിൽ റോയൽ നേവിക്ക് വേണ്ടി നിർമ്മിച്ച അവസാനത്തെ യുദ്ധക്കപ്പൽ കൂടിയായിരുന്നു HMS ഓസ്ലെറ്റ്. 1962 വെള്ളത്തിലിറക്കിയ ഈ അന്തർവാഹിനി ഏകദേശം 27 വർഷക്കാലം ബ്രിട്ടീഷ് നാവികസേനയുടെ ഭാഗമായി. ലോകത്തെ തന്നെ ഏറ്റവും നിശബ്ദമായി സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സബ്മറൈൻ കൂടിയായിരുന്നു ഓസ്ലെറ്റ്. ഒരേ സമയം ഏകദേശം 67 നാവികരാണ് ഇതിനുള്ളിലുണ്ടായിരുന്നത്. 24 ടോർപിഡോകൾ വരെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിസ്മയം HMS കവിലിയർ എന്ന യുദ്ധക്കപ്പലാണ്. ഒരു ഡിസ്ട്രോയർ കപ്പലായിരുന്നു അത്. ബ്രിട്ടനിൽ നിന്ന് അവശേഷിക്കുന്ന ഏക 2-ാം ലോക മഹായുദ്ധകാലത്തെ യുദ്ധക്കപ്പലാണ് ഇത്. ഈ കപ്പലിന് അതിൻ്റെ വിശിഷ്ട സേവാ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 1972 ഈ കപ്പൽ വിരമിച്ചത്. മൂന്നാമത്തെ കപ്പൽ ഏറ്റവും പഴക്കമേറിയതും മനോഹരവുമായ HMS ഗാനറ്റാണ്. 1878 ഈ കപ്പൽ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ പ്രൗഢിയും സാങ്കേതിക വിദ്യയും വിളിച്ചോതുന്ന ഒരു അപൂർവം കപ്പലുകളിലൊന്നാണ്. കപ്പൽ യാത്രക്കായി ഒരേ സമയം കാറ്റിൻ്റെയും കൽക്കരിയുടെയും സേവനം ഉപയോഗപ്പെടുത്തിയിരുന്ന കപ്പലായിരുന്നു ഇത്. ഇത് ഇരുമ്പ് കൊണ്ടും തേക്കുതടി കൊണ്ടും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ ഒരു പ്രധാന ആകർഷണം റോപ്പ് വാക്ക് എന്ന ദ റോപ്പറിയാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ കയറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. ഏകദേശം 1/4 മൈലിനധികം നീളമുള്ള ഈ കെട്ടിടം ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു കയർ നിർമ്മാണശാലകളിലൊന്നാണ്. അതിവിപുലമായ ലൈഫ് ബോട്ടുകളുടെ ശേഖരം കൂടി ഇവിടെയുണ്ട്. വിവിധ കാലഘട്ടങ്ങളിലുള്ള ചരിത്രപ്രസിദ്ധമായ ലൈഫ് ബോട്ടുകൾ ഇവിടെയുണ്ട്. തുഴഞ്ഞു പോകുന്ന പഴയകാല ബോട്ടുകൾ മുതൽ ആധുനിക സാങ്കേതിക വിദ്യയുള്ള അതിവേഗത്തിലുള്ള ബോട്ടുകൾ വരെ ഇവിടുത്തെ യാർഡുകളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അവയുടെ കഥകളും അവയിൽ കയറി നോക്കുവാനും അവരുടെ ഉൾവശം കാണുവാനുമെല്ലാം ഈ യാത്രകൾ കൂടെ നമുക്ക് സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത ഈ ഡോക്യാർഡിൽ കപ്പലുകളിലും തീരദേശ സംരക്ഷണത്തിലും ഉപയോഗിച്ചിരുന്ന ഭീമാകാരമായ പീരങ്കികളുടെയും ആധുനിക മിസൈലുകളുടെയും വലിയ ശേഖരമാണ്. നമുക്കൊരു ദിവസം ആസ്വദിക്കാൻ, ഒരു ദിവസം അറിവുകളിലേക്ക് ഒന്ന് ഊളിയിട്ട് നോക്കാൻ, നമ്മളെ ചരിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ഇതുപോലത്തെ യാത്രകൾ നമ്മെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്, സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നും സഹായിക്കട്ടെ. ഈ യാത്ര വളരെ മനോഹരമായിരുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒട്ടനവധി അറിവുകൾ നമുക്ക് നൽകാനും സഹായിച്ചിട്ടുണ്ട്. ഇതാണ് ചാത്തം ഡോക്യാർഡിൻ്റെ വിശേഷങ്ങൾ.